ഇന്ന് ഞങ്ങൾ ചെട്ടോളക്കര അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു. പൊങ്കാലയ്ക്ക് ഞാനും എൻ്റെ മോളും കൂടെ പോയേക്കുക. ഞങ്ങൾ ഇരുന്നത് പിന്നെ മറ്റം വടക്ക് അവിടെ ആയിട്ടായിരുന്നത്. ഇന്നലെ ഞങ്ങൾ കട്ട കൊണ്ട് വെച്ചപ്പോൾ ആ സൈഡിലെങ്ങും ആരുമില്ല. ഞങ്ങളുടെ 2 അടുപ്പിൻ്റെ കട്ടയും ഞാൻ 2 അടുപ്പ് 2 പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അത് അല്ല, ആ 2 അടുപ്പും വേറെ 2-3 അടുപ്പും അല്ലാതെ വേറെ ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോഴത്തേനും ഞങ്ങളുടെ അടുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ വേറെ അടുപ്പാക്കി. ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങ് പാലത്തിൻ്റെ അവിടെ വരെ ഇല്ല, അതിനിപ്പുറത്തായിട്ട് കുതിരയെ കെട്ടുന്നിടത്ത് വരെയും ആൾക്കാർ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മോളും കൊച്ച് 2 വർഷമായിട്ട് ഞാൻ മക്കൾക്ക് 2 പേർക്കും വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും എൻ്റെ കൊച്ചു മോളും കാണും, വലിയ മോളും ഉണ്ട്. ഈ പ്രാവശ്യം എൻ്റെ വലിയ മോള് മാത്രം, ഞാൻ കൊച്ചുമോൾക്ക് വേണ്ടി. മോള് ആണെങ്കിൽ എൻ്റെ മോളാണിത് 2 അടുപ്പിൽ മാറി മാറി തീയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ മോളുടെ കലം ആദ്യം വെള്ളമെല്ലാം തിളച്ച് മോൾ അരി ഇടുക. ഇപ്പം എല്ലാ വർഷവും കുറേ വർഷമായിട്ട് വരുന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു കൊടുത്ത് ഓരോ വർഷവും പറഞ്ഞു കൊടുക്കണം, മറന്നു പോകും 2 പേരും. അപ്പം എല്ലാ പ്രാവശ്യവും അങ്ങനെ അവർ അരിയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റെ കലത്തിൽ അരി ഇടത്തുള്ളൂ. അപ്പോൾ മോളെല്ലാം അരിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞാൻ എൻ്റെ കലം വെള്ളം തിളച്ച് ഞാൻ അരിയെല്ലാം ഇടും. നമ്മൾ അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ നമ്മളടിക്കലുണ്ടാവും. അന്നേരം അവരുമൊക്കെ ആയിട്ട് കൂട്ടായി കഥ പറയുകയും കുറേ സമയം നമ്മൾ അരിയെല്ലാം തിളച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന കുറേ സമയമുണ്ട് തളിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വർഷവും അങ്ങനെ കുറേ കൂട്ടുകാർ എൻ്റെ അടുക്കെ ഇരിക്കുന്നവർ എനിക്ക് കൂട്ടാകും. അപ്പോൾ പിറ്റേ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും വെച്ചൊക്കെ അവരെ കാണാറുണ്ട്. ഈ പ്രാവശ്യവും കഴിഞ്ഞ വർഷം ഇരുന്നവരെയൊക്കെ കണ്ട്. എന്നാലും എൻ്റെ മോളുടെ കലം ആദ്യം തിളച്ചത്, മോളാദ്യം അരി ഇട്ടത്, മോളുടെ കലം തിളച്ച് വരുന്നുണ്ട്. രസീത് എടുക്കാൻ ആൾക്കാർ വരും നമ്മുടെ അടുക്കൽ. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയപ്പോഴും രസീതൊന്നും എടുത്തില്ലായിരുന്നു. ഇപ്പം വന്നപ്പോഴാണ് രസീത് എടുത്തത്. അവർ പേരും നാളും ഒന്നും എഴുതത്തില്ല. 2 പൊങ്കാലയെങ്കിൽ 2 പൊങ്കാലയ്ക്ക് ചീട്ട് തരുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ കട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓരോരുത്തർക്ക് പോയി കട്ട മേടിക്കണം, പിന്നെ പൊങ്കാലയുടെ സാധനം മേടിക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ കട്ടയൊന്നും ഇല്ലാതെ വന്നിട്ട് രാവിലെ എല്ലാവരും കിടന്ന് ഓട്ടമാണ് കട്ട വാങ്ങിക്കാനൊക്കെ. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം മുതലേ ഇങ്ങനെ. അതിനു മുമ്പ് കട്ടയൊക്കെ നമുക്ക് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും, നമ്മളെടുത്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ ഓരോരുത്തർ സ്റ്റാൻഡ് വെച്ച് ഈ കമ്പി വെച്ച് വളച്ച് അടുപ്പുണ്ടാക്കി ഇപ്പം വിൽക്കുന്നുണ്ട്, തന്നെ ഉണ്ടാക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് സ്റ്റാൻഡായിരുന്നു. പക്ഷെ അത് കുറേ പൊത്താൻ വേണ്ടി വരും. എന്നാലും അത് നല്ലതാണ്, ഈ കട്ട തിരക്കി ഓടി നടക്കണ്ടല്ലോ. ഇപ്പോൾ പൊങ്കാല എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. മോടെ പൊങ്കാലക്കലം തന്നെ ആദ്യം തിളച്ചത്. ഇപ്പം നമുക്ക് എല്ലാ വർഷവും എനിക്കാണെങ്കിൽ എൻ്റെ അടുക്കെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് ഇപ്പം അരി തിളച്ച് വരുമ്പോൾ തിളച്ച് തൂകുമ്പം കുരവി ഇടുമായിരുന്നു. ഈ വർഷം എനിക്ക് ഭയങ്കര ഒരു വിഷമമായി, കാരണം ആരും കുരവി ഇടാനില്ലായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള അരി തിളയ്ക്കുമ്പോൾ കുരവി കേൾക്കുമ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഒരു വിഷമം വന്നു. കാരണം എല്ലാ വർഷവും കുരവ ഇട്ടുന്നതാണ്, ഈ പ്രാവശ്യം കുരവ ഇടാൻ ആരുമില്ലായിരുന്നു. പിന്നെ പൊങ്കാലയെല്ലാം എൻ്റെ മോടെ ആദ്യം കലമെല്ലാം ശരിയായി, പൊങ്കാല പായസം എല്ലാം റെഡിയായി. അത് കഴിഞ്ഞിട്ട് എൻ്റെതും എല്ലാം റെഡിയായി. ഇനിയും അമ്മ തളിക്കാൻ വരുന്നതിൻ്റെ വെയിറ്റിങ്ങിലാണ്. അത്രയും സമയം എല്ലാവരും അവരവരുടെ കഥകളും പൊങ്കാലയ്ക്ക് വരുന്ന കഥകളും ഒക്കെ പറയുന്നു, തളിക്കാൻ വരുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഒരു വിശേഷം. കുറേ ദിവസമായിട്ട് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു ദിവസം.